ഐ എം അശ്വതി ആൻഡ്രൂസ്, ആഡംസ് വേൾഡ്. ഞാൻ കുറേ ദിവസങ്ങൾ കൂടിയാണ് ഒരു ചെറിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സ്കൂളൊക്കെ തുറന്നു, അപ്പോൾ ഭയങ്കര ബിസിയാണ്. സ്കൂളിൽ പഠിപ്പിക്കണം, ടെസ്റ്റ് പേപ്പർ, അത് പേപ്പർ വാല്യൂ ചെയ്യണം, അങ്ങനെ ഒത്തിരി 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 ബിസി ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ബന്ദ് പ്രമാണിച്ച് ഞാൻ ഒരു ചെറിയ വീഡിയോ ഇടുകയാണ്. അപ്പോൾ റംബുട്ടാനാണ്, അതിലേക്ക് നമുക്ക് കിടക്കാം. റംബുട്ടാനാണ് ചെറിയൊരു പിക്കിൾ ഇടുന്നത്. അപ്പം നിങ്ങൾ വന്ന് കാണുക, അതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. എനിക്ക് കുറച്ച് റംബുട്ടാൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഒരു പിക്കിളിടാമെന്ന്. കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, അപ്പം അത് വെച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പിക്കിൾ ഉണ്ടാക്കാം. ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ കുറച്ച് കിട്ടിയപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് കൊണ്ട് തന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ബന്ധൊക്കെയല്ലേ, അപ്പോൾ ഇന്ന് അവധിയൊക്കെയാണ്, കുറേ ടൈം കിട്ടി. അപ്പോൾ ഞാൻ ഇത് പിക്കിളിടാനായിട്ട് പോവുകയാണ്. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിനായിട്ട് നമ്മുടെ റംബുട്ടാൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് കുറച്ചേ ഉള്ളൂ, കണ്ടോ, ഇത് എല്ലാം എടുത്ത് നീറ്റാക്കി വെച്ചു. അതിനാവശ്യമായിട്ട് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇത് പിക്കിൾ പൗഡറാണ്, കിച്ചൺ ട്രഷേഴ്സിൻ്റെ. ഇത്രയും സാധനം എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വേണം, നല്ലെണ്ണയ്ക്കകത്ത് വേണം ഇത് ഉണ്ടാക്കുവാനായിട്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഈ റംബുട്ടാൻ പിക്കിളിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ വിനാഗിരി വേണം, ഉപ്പ് വേണം. അതിൻ്റെ കൂടെ ഒരു സ്വല്പം പഞ്ചസാരയും കൂടെ ചേർത്താൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് അതിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ സ്റ്റൗവിൽ ഒരു സ്റ്റീൽ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ സ്റ്റൗ ഒന്ന് ഓണാക്കിയിട്ട് അത് ചൂടാകുമ്പോൾ നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കടുകിടുകയാണ്. കടുകിട്ടതിന് ശേഷം നമുക്ക് ഉലുവയും കൂടെ ആഡ് ചെയ്യാം. കടുക് ഉലുവയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഒരുമാതിരി എന്ന് പറഞ്ഞാൽ വല്ലാതെ അങ്ങ് മൂക്കരുത്. നമുക്കൊന്ന് ആ പിക്കിളിനകത്തൊന്ന് കടിക്കാനൊക്കെ വേണമല്ലോ. അപ്പം ഞാൻ ഇനി റംബുട്ടാൻ ഇടുകയാണ്. ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് പിക്കിൾ പൗഡർ ചേർക്കാം. ഇനി ഞാൻ പിക്കിൾ പൗഡർ ആഡ് ചെയ്യുകയാണ്. ഞാൻ 1.5 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. 1.5 സ്പൂൺ പിക്കിൾ പൗഡർ എടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മുടെ വിനാഗിരി ചേർക്കുവാണ്. കുറച്ചൊന്ന് വറ്റണം. വറ്റിക്കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. അതിനു മുന്നേ നമുക്ക് സ്വല്പം ഷുഗർ ആഡ് ചെയ്യാം. ആ മസാലയൊക്കെ അങ്ങോട്ട് ഒന്ന് മൂത്ത് വന്നപ്പോൾ ഒരു വല്ലാതെ ഒരു സ്മെല്ല് വരും. അപ്പോൾ ഒരു ചുമയും ഒരു തുമ്മലും ഒക്കെ വരുന്നു. നല്ല ടേസ്റ്റായത് കേട്ടോ, നല്ല ടേസ്റ്റാണ്. കഞ്ഞിക്കൊക്കെ നല്ല സൂപ്പറാണ്. ഇതിന് നല്ലതായിട്ട് വറ്റണം. വറ്റുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. എനിക്ക് കഞ്ഞിക്ക് ഇത് മാത്രം മതി. എനിക്കിവിടെ റംബുട്ടാനൊന്നുമില്ല. പിന്നെ സ്കൂളിൽ സ്റ്റുഡൻസൊക്കെ കണ്ട് ഇങ്ങനെ തരുമ്പോൾ ഞാനത് കൊണ്ടുവന്ന് ഇതുപോലൊക്കെ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച്
ഉപ്പുകൂടി ആഡ് ചെയ്യുകയാണ്. ഏകദേശം വറ്റാറായിട്ടുണ്ട്. ഇപ്പോൾ റംബുട്ടാനൊക്കെ ഒത്തിരി ഉണ്ടാകുന്നുണ്ട് എല്ലായിടത്തും. അപ്പോൾ റംബുട്ടാൻ ഉള്ളവർക്കൊക്കെ ഇത് കുറച്ച് ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് നല്ല സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ചുകൂടെ വറ്റിയിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. കണ്ടോ, നല്ല ഗ്രേവിയൊക്കെ ഉണ്ട്. അതൊന്നുകൂടെ കുറുകി വരും. കണ്ടോ, നല്ല എണ്ണയ്ക്കകത്ത് വേണം. അപ്പോൾ അത് ചീത്തയാകാതിരിക്കും. നല്ലവണ്ണം എണ്ണ ഒഴിച്ച് വേണം. അപ്പോൾ നമ്മുടെ റംബുട്ടാൻ പിക്കിൾ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്.